വെൽക്കം ടു ടൈം ഓൺലൈൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ബാങ്ക് SSC പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ടോപ്പിക് നെയിം റേഷ്യോ, പ്രൊപ്പോർഷൻ ആൻഡ് വേരിയേഷൻ. ഈ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഏത് എക്സാം എടുത്താലും, അത് ബാങ്ക് എക്സാം ആവട്ടെ, SSC എക്സാം ആവട്ടെ, ഇനി ബാങ്കിൻ്റെ പ്രിലിംസ് ആവട്ടെ, മെയിൻസ് ആവട്ടെ, ഏത് എക്സാം ആണെങ്കിലും 2-3 ക്വസ്റ്റ്യൻസ് മിനിമം ഈ ടോപ്പിക്കിൽ നിന്നുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഈ ടോപ്പിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ആവറേജസ്, ഇങ്ങനെയുള്ള പല ടോപ്പിക്കിലും ഇതിൽ നിന്ന് ഈ ടോപ്പിക്കിന്റെ ബേസിക്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ടോപ്പിക്കിന്റെ ബേസിക്സ് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ആവറേജ് പോലുള്ള ടോപ്പിക്കുകൾ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് പഠിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്, വളരെ കൺസെപ്റ്റുകളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 ബേസിക് പോയിന്റ്സ് ഒന്ന് ആദ്യമേ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഏത് റേഷ്യോസിന്റെ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും അതിനകത്തെല്ലാം ആദ്യമേ നമുക്കൊരു റേഷ്യോ തരും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2 numbers are in the ratio 2:3 എന്നൊരു ക്വസ്റ്റ്യനിൽ തന്നാൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ഇതിനെ ആലോചിക്കുമ്പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം, ഒരു മാത്തമാറ്റിക്കൽ ഫോമിൽ എങ്ങനെ ഇതിനെ എഴുതാൻ പറ്റും എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. 2 numbers are in the ratio 2:3 എന്ന് ഏത് ക്വസ്റ്റ്യനെ കണ്ടാലും നമ്മൾ അതിനെ എത്രയൊന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് നമ്പർ 2x ആണെങ്കിൽ സെക്കൻഡ് നമ്പർ 3x ആയിരിക്കും. ഈ ഒരു പോയിന്റ് മാത്രം അറിയാമെങ്കിൽ പിന്നീട് നമുക്ക് ബാക്കിയുള്ള ഏത് ക്വസ്റ്റ്യൻസും, റേഷ്യോസിന്റെ ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ ഓർത്ത് വെക്കുക, 2 numbers are in the ratio 2:3 എന്ന് എവിടെയെങ്കിലും കണ്ടാൽ അതിനെ നമുക്ക് 2x 3x എന്ന് എഴുതാം. ഇനി 4:5 ആണെങ്കിൽ 4x 5x, 6:7 ആണെങ്കിൽ 6x 7x. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ്. നമുക്ക് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വേറെ എക്സ്ട്രാ പോയിന്റ്സുകൾ പഠിക്കാം. തൽക്കാലം ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഈ ഒരു പോയിന്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. നിഹിര ഈസ് 25 years old ആൻഡ് പുനിത് ഈസ് 30 years old. ഹൗ മെനി ഇയേഴ്സ് അഗോ വാസ് ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് 3:4 എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് ഈ തന്നേക്കുന്ന ഡേറ്റ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. നിഹിര എന്ന് പറയുന്ന പേഴ്സൺ ഞാൻ N എന്ന് ഡിനോട്ട് ചെയ്തു. അതുപോലെ പുനിത് എന്ന് പറയുന്ന പേഴ്സണെ P എന്നും ഡിനോട്ട് ചെയ്തു. ഈ ക്വസ്റ്റ്യനിൽ ഇവരുടെ പെർസെന്റേജിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ അവരുടെ പെർസെന്റേജ് അത് എത്രയാന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. നിഹിരയുടെ പെർസെന്റേജ് എത്രയാന്ന് പറഞ്ഞേക്കുന്നത് 25 ആണ്. പുനിതിന്റെ പെർസെന്റേജോ 30 ആണ്. ഓക്കെ, അപ്പൊ ഇത് ടേബിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിഹിര പെർസെന്റേജ് 25, പുനിത് 30. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ മെനി ഇയേഴ്സ് എഗോ, എത്ര വർഷം മുമ്പാണ്. നമുക്കത് അറിയില്ല എത്ര വർഷം മുമ്പാണെന്നുള്ളത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയില്ലെങ്കിൽ നോർമലി നമ്മളത് എക്സ് എന്നല്ലേ എടുക്കാറുള്ളത്. ഇവിടെ അത് തന്നെ ചെയ്യാം. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം പെർസെന്റേജ് 25 ആ. 2 years മുമ്പ് ഏജ് എത്രയായിരിക്കും? 25 - 2 ആ. 3 years അഗോയോ 25 - 3 ആ. ഇത്രയൊന്ന് ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഹൗ മെനി ഇയേഴ്സ് എഗോ, എത്ര വർഷം മുമ്പ്. അതെനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ X years എഗോ എന്ന് എടുക്കുകയാണ്. X years ago. അപ്പോ നിഹിരയുടെ പെർസെന്റേജ് 25 ആ. 2 years മുമ്പ് ഏജ് 25 - 2, 5 years മുമ്പാണ് 25 - 5. അപ്പൊ X years ago ആവുമ്പോ നിഹിരയുടെ ഏജ് എത്രയാവും? 25 - X എന്ന് എഴുതാലോ. സിമിലർലി പുനിത് പെർസെന്റേജ് 30 ആ. അപ്പൊ X years മുമ്പ് ഏജ് എത്രയായിരിക്കും? 30 - X. ഈ പറഞ്ഞത്രയും ക്ലിയർ ആണെന്ന് നോക്കുക. ഇനി ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് പാർട്ട്. എത്ര വർഷം മുമ്പാണ് ഇവരുടെ ഏജിന്റെ റേഷ്യോ 3:4 ആവുക എന്ന് ചോദിച്ചേക്കുന്നത്. ഇവരുടെ ഏജ് 25 - X ഉം 30 - X ഉം നമ്മൾ എഴുതിയിട്ടില്ലേ? അപ്പൊ അതിന്റെ റേഷ്യോ ഫോമിൽ അതിനെ എങ്ങനെ എഴുതുക? റേഷ്യോ ഓഫ് A:B എന്ന് പറഞ്ഞാൽ മീനിങ് A/B, അത്രയേ ഉള്ളൂ. അപ്പോ 25 - X ഉം 30 - X ഉം റേഷ്യോ എത്രയാ? 25 - X divided by 30 - X ആണ് റേഷ്യോ ഓഫ് ദ ഏജസ്. 25 - X divided by 30 - X ആണ് റേഷ്യോ ഓഫ് ദ ഏജസ്. ഈ റേഷ്യോ ഓഫ് ദ ഏജസ് ഏത് ഇയറിലാണ് 3/4 ആവുക എന്ന് ചോദിച്ചാൽ നമ്മൾ നോർമലി സ്കൂളിലൊക്കെ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 3/4 എന്ന് എഴുതിയാൽ സോൾവ് ചെയ്യുന്നത്. നമുക്ക് ബാങ്ക് എക്സാം അല്ലെ SSC എക്സാമിന് അത്രയും ടൈം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം? ഏറ്റവും ബെസ്റ്റ് വേ ഓപ്ഷൻസ് യൂസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷനിൽ X years ago, X എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ തന്നേക്കുന്ന 5 years എന്നാ. അപ്പൊ നമുക്ക് ഇവിടെ 5 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഓപ്ഷൻ 1 ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 25, X ന്റെ വാല്യൂ 5 ആണ്. 25 - 5 എന്ന് പറയുമ്പോൾ എത്രയാ? 20.
ഡിവൈഡഡ് ബൈ 30 മൈനസ് 5 എന്ന് പറയുമ്പോൾ എത്രയാ 25. സിംപ്ലിഫൈ ചെയ്താൽ എത്ര കിട്ടും 4/5. ഒരു 5 കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് 4/5 എന്നാ കിട്ടുന്നത്. പക്ഷെ നമുക്ക് വേണ്ട റേഷ്യോ എത്രയാ 3/4 ആ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ആയി. ഇനി സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരിക. സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഓപ്ഷനിൽ എക്സിന്റെ വാല്യൂ എത്രയാ 15 ആണ്. അപ്പൊ 25 മൈനസ് 15 എന്ന് പറയുമ്പോൾ എത്രയാ 10 ഡിവൈഡഡ് ബൈ 30 മൈനസ് 15 എന്ന് പറയുമ്പോൾ എത്രയാ 15. 10/15 5 കട്ട് ചെയ്ത് കളയുമ്പോൾ 2/3 എന്ന് വരും. അഗൈൻ നമുക്ക് വേണ്ട റേഷ്യോ 3/4 ആ. സെക്കൻഡ് ഓപ്ഷനും എലിമിനേറ്റ് ആയി. ഇനി തേർഡ് ഓപ്ഷനിലേക്ക് വന്നാൽ 20 ആണ്. അപ്പൊ തേർഡ് ഓപ്ഷൻ ഞാൻ തൽക്കാലം ഇവിടെ എഴുതുകയാണ്. തേർഡ് ഓപ്ഷൻ 25 മൈനസ് 20 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 20 ആണ്. നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 25 മൈനസ് 20 5 ഡിവൈഡഡ് ബൈ 30 മൈനസ് 20 10. 5/10 എന്ന് പറയുമ്പോൾ 1/2 ആണ്. അഗൈൻ നമുക്ക് വേണ്ട റേഷ്യോ 3/4 ആ. ഓപ്ഷൻ 3 എലിമിനേറ്റ് ആയി. അപ്പൊ ഇനി ഓപ്ഷൻ 4 ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ 4 ആൻസർ ആയിട്ട് എഴുതാം. പിന്നെ ഡൗട്ട് ഉള്ളവർ ഇപ്പൊ പഠിക്കുന്ന പാർട്ട് ആയതുകൊണ്ട് വേണേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. നമ്മൾ ഫോർത്ത് ഓപ്ഷൻ ചെയ്യുക. എക്സിന് പകരം 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 25 മൈനസ് 10 ഈസ് 15. 30 മൈനസ് 10 ഈസ് 20. അപ്പൊ 15/20 എന്ന് പറഞ്ഞാൽ 3/4. സോ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ല, കൂടുതലായിട്ട് കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, അവിടെ റേഷ്യോ ഓഫ് ഏജിനെ 25 മൈനസ് എക്സ് ബൈ 30 മൈനസ് എക്സ് ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. 25 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 30 മൈനസ് എക്സ് ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ആസ്. അവിടെ റേഷ്യോ ഓഫ് ദ ഏജസ് എത്രയാണെന്ന് ക്വസ്റ്റിനിൽ തന്നേക്കുന്നത് 3/4 എന്നല്ലേ തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ 3/4 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി 4 വെച്ച് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 25 മൈനസ് എക്സ് ഇൻറ്റു 4 ഈക്വൽസ് ഈ 30 മൈനസ് എക്സിനെ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3 ഇൻറ്റു 30 മൈനസ് എക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 25 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 100 മൈനസ് 4x ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 90 മൈനസ് 3x. ദെൻ ഈ 90നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 90 ആവും. 100 മൈനസ് 90 വിൽ ബി 10. ഈ മൈനസ് 4x ആ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് 4x ആവും. അപ്പൊ 4x മൈനസ് 3x എന്ന് പറയുന്ന x, നമുക്ക് x ഈസ് ഈക്വൽ ടു 10 കിട്ടും. x ഈക്വൽ ടു 10 കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആൻസർ. എത്ര വർഷം മുമ്പെന്നാണ് ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്നത്? x ഈക്വൽ ടു 10. പക്ഷേ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസിലും അങ്ങനെ ചെയ്യാൻ പറ്റുക കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 പറഞ്ഞേക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. a is to b is equal to c is to d is equal to e is to f is equal to 5 is to 7. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം a is to b എന്ന് വെച്ചാൽ a by b ആണ്. a by b is equal to c by d is equal to e by f is equal to 5/7 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? a by b യും 5/7 ഈക്വൽ ആണ്, c by d യും 5/7 ഈക്വൽ ആണ്. അപ്പൊ മീനിങ് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതാം. a by b 5/7 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ വേണമെങ്കിൽ എഴുതാവുന്ന? a is equal to എന്താന്ന് എഴുതാം? 5/7 b എന്ന് എഴുതാം. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് a by b ഈക്വൽ ടു 5/7. അടുത്ത സ്റ്റേറ്റ്മെന്റ് c by d ഈക്വൽ ടു 5/7. അപ്പൊ നമുക്ക് അവിടെ c is equal to 5/7 d എന്ന് എഴുതാം. അടുത്ത് പറഞ്ഞേക്കുന്ന e by f ഈക്വൽ ടു 5/7. അപ്പൊ നമുക്ക് അവിടുന്ന് e is equal to 5/7 f എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു, അവിടുന്ന് എന്തൊക്കെ എഴുതാവോ അതൊക്കെ നമ്മൾ എഴുതി വെച്ചു. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? 3a plus 5c plus 11e divided by is to എന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ ആണ്, ഡിവൈഡഡ് ബൈ 3b plus 5d plus 11f. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂമറേറ്ററിലെ ഫസ്റ്റ് ടേം 3a, ഡിനോമിനേറ്ററിലെ ഫസ്റ്റ് ടേം 3b. ഇതിനെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇവിടെ എക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നറിയാം? 5/7b എന്നറിയാലോ. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന വാല്യൂസ് അവിടെ ന്യൂമറേറ്ററിൽ ഒന്നുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
അപ്പൊ 3 ഇൻറ്റു എക്ക് പകരം നമുക്ക് കൊടുക്കാവുന്നത് 5/7b എന്നാണ്, പ്ലസ് 5c, സിക്ക് പകരം 5/7d എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അടുത്ത് 11e, ഇക്ക് പകരം 5/7f എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക. ഡിവൈഡഡ് ബൈ, ഇപ്പൊ ന്യൂമറേറ്റർ എല്ലാം ബി ഡി എഫ് ഈ ഒരു ടൈമിലേക്ക് മാറി, ഡിനോമിനേറ്റർ ഓൾറെഡി അതേ ടൈമിലായതുകൊണ്ട് അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ അത് എഴുതുന്നു. 3b പ്ലസ് 5d പ്ലസ് 11f. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂമറേറ്ററിലെ എല്ലാ ടൈമിലും ഇപ്പൊ 5/7 ഉണ്ട്. നമുക്കിത് കോമൺ ആയിട്ടൊന്ന് ഔട്ട്സൈഡിലേക്ക് എടുത്താൽ, ന്യൂമറേറ്ററിലെ എല്ലാ ടൈമിൽ നിന്നും 5/7 ഔട്ട്സൈഡിലേക്ക് എടുത്താൽ, ന്യൂമറേറ്ററിൽ പിന്നെ ഫസ്റ്റ് ടൈമിൽ ബാക്കിയുള്ളത് എന്താ, ഒരു 3b അല്ലേ ഉള്ളൂ. സിമിലർലി സെക്കൻഡ് ടൈമിൽ ബാക്കിയുള്ളത് 5d ആൻഡ് തേർഡ് ടൈമിൽ ബാക്കിയുള്ളത് 11f ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഉള്ളത് 3b പ്ലസ് 5d പ്ലസ് 11f. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3b പ്ലസ് 5d പ്ലസ് 11f ഇല്ലേ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആയി പോകും. സോ നമ്മുടെ ആൻസർ 5/7 എന്ന് കിട്ടും. ക്ലിയർ ആയോ നോക്കാം. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് ദ മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ p and q is 12, then the possible values of p and q respectively are. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് എന്താ പഠിക്കേണ്ടത്? മീൻ പ്രൊപ്പോർഷണൽ എന്താണ് എന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആദ്യമേ അതിന്റെ കുറച്ച് ബേസിക് പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. ആ പോയിന്റ്സ് ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം എ ബി സി ഡി ഇങ്ങനെ ഒരു 4 ടൈം പ്രൊപ്പോർഷണൽ ആണ് എന്ന് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ എന്നൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ എ ബി സി ഡി ആർ ഇൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് 2 ടൈമിന്റെ റേഷ്യോ തന്നെയാണ് ലാസ്റ്റ് 2 ടൈമിന്റെ റേഷ്യോസ്. എന്ന് വെച്ചാൽ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി. അപ്പൊ എ ബി സി ഡി ആർ ഇൻ പ്രൊപ്പോർഷൻ എന്നൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ മീനിങ് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി. സിമിലർലി എ ബി സി ആർ ഇൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ മീനിങ് ഫസ്റ്റ് 2വിന്റെ റേഷ്യോ തന്നെ ആയിരിക്കണം ലാസ്റ്റ് 2, എ ബൈ ബി ഈക്വൽ ടു ബി ബൈ സി എന്ന് എഴുതാം. ഇവിടെ എക്ക് ഫസ്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയും, ഇവിടെ ബിക്ക് പറയുന്ന പേരാണ് മീൻ പ്രൊപ്പോർഷൻ. ബിക്ക് പറയുന്ന പേരാണ് മീൻ പ്രൊപ്പോർഷൻ. അപ്പൊ നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി എന്ന് എഴുതാം. സോ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി എന്ന് വരും. ഓക്കെ, അപ്പോ മീൻ പ്രൊപ്പോർഷൻ എ ബി സി ആർ ഇൻ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ അതിലെ മിഡിൽ ടൈം ആണ് ബി, മിഡിൽ ടൈം ആണ് മീൻ. അത്രയൊന്നും ഓർത്താൽ മതി. എ ബി സി ആർ ഇൻ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റുക, എ ബൈ ബി ഈക്വൽ ടു ബി ബൈ സി എന്ന് എഴുതാം. അതിൽ ബിക്കാണ് മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഈസ് 12. അപ്പൊ പി ക്യൂ എന്ന് പറഞ്ഞ 2 ടൈം ഉണ്ട്, അതിന്റെ മീൻ ആണ് 12. മീൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ടൈമാണ്. എന്ന് വെച്ചാൽ മീനിങ് എന്താ, മീൻ ആണ് 12. അപ്പൊ പിയും 12ഉം ക്യൂവും പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്താ, ഫസ്റ്റ് 2വിന്റെ റേഷ്യോ തന്നെ ആയിരിക്കണം ലാസ്റ്റ് 2. അപ്പൊ എനിക്ക് ബേസിക്കലി എഴുതാൻ പറ്റാവുന്നത് പി ബൈ 12 ഈസ് ഈക്വൽ ടു 12 ബൈ ക്യൂ എന്നാണ്. പി ബൈ 12 ഈസ് ഈക്വൽ ടു 12 ബൈ ക്യൂ എന്ന് എഴുതാം. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ ദെൻ ദ പോസിബിൾ വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ. അപ്പൊ ഈ പോസിബിൾ വാല്യൂസ് ഒക്കെ ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കറക്റ്റ് ആയിട്ടൊരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ അല്ലെങ്കിൽ പോസിബിൾ വാല്യൂ എന്നൊക്കെ ചോദിച്ചാൽ ഓപ്ഷൻസിൽ ഏതാണ് പോസിബിൾ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരിക്കലും നമുക്ക് ആൻസർ കിട്ടില്ല. ബെസ്റ്റ് വേ അഗെയിൻ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആവുമോ നോക്കുക. ഫസ്റ്റ് ഓപ്ഷനിൽ പിയുടെ വാല്യൂ 3 ആണ്, ക്യൂവിന്റെ വാല്യൂ 28 ആണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പിക്ക് പകരം 3 ബൈ 12 ഈസ് ഈക്വൽ ടു 12 ബൈ 28.
ഇത് കാണുമ്പോൾ തന്നെ അത് ഈക്വൽ അല്ല എന്ന് മനസ്സിലാവുമല്ലോ. മനസ്സിലാകാത്തവർ വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തോളുക. 3/12 എന്ന് വെച്ചാൽ 3 കട്ട് ചെയ്ത് കളയുമ്പോൾ 1/4. 12/28 നമുക്ക് രണ്ടിടത്തുനിന്ന് ഒരു 4 കട്ട് ചെയ്യാം. 4 × 3 ആണ്, 4 × 7 ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ആയി. ഇനി സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ പിക്ക് 24 ആണ്, ക്യൂവിന്റെ വാല്യൂ 16 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 24/12 ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 60. 24/12 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ആണ്. 12 ഡിവൈഡഡ് ബൈ 16 നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ ഒരു 4 കട്ട് ചെയ്ത് കളഞ്ഞാൽ 3/4 എന്ന് കിട്ടുക. അപ്പൊ 2 ഈക്വൽ ടു 3/4 എന്ന് വരും. അപ്പൊ ഓപ്ഷൻ 1 ഓൾറെഡി എലിമിനേറ്റ് ആയി, ഓപ്ഷൻ 2 എലിമിനേറ്റ് ആയി. അപ്പൊ ഇനി ഓപ്ഷൻ 3. ഓപ്ഷൻ 3യിലേക്ക് വരുമ്പോൾ പിയുടെ വാല്യൂ 24 ആണ്, ക്യൂവിന്റെ വാല്യൂ 6 ആണ്. പിയുടെ വാല്യൂ 24 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 24/12 ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ ക്യൂവിന്റെ വാല്യൂ 6 ആണ്. അപ്പൊ ഇവിടെ നോക്കാം, 24/12 എന്ന് പറഞ്ഞാൽ 2 ആണ്, 12 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാലും 2 ആണ്. അപ്പൊ നമുക്ക് 2 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? സോ ഓപ്ഷൻ 3 ആണ് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ. അപ്പൊ ഇനി ഓപ്ഷൻ 4 ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ഓപ്ഷൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുള്ളൂ. ഡൗട്ട് ഉള്ളവർ ഇതുപോലെ തന്നെ ഓപ്ഷൻ 4 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ഇൻ എ കളക്ഷൻ ഓഫ് റെയർ കോയിൻസ് there is 1 ഗോൾഡ് കോയിൻ ഫോർ എവരി 4 നോൺ ഗോൾഡ് കോയിൻ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കിയാലേ ഈ ക്വസ്റ്റ്യൻ നമുക്കിനി ചെയ്യാൻ പറ്റൂ. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ഒരു ഗോൾഡ് കോയിൻ ഉണ്ട്, there is 1 ഗോൾഡ് കോയിൻ ഫോർ എവരി 4 നോൺ ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഗോൾഡ് കോയിൻസും ഉണ്ട്, നോൺ ഗോൾഡ് കോയിൻസും ഉണ്ട്. മീനിങ് എന്താ? നിങ്ങളുടെ കയ്യിൽ 4 നോൺ ഗോൾഡ് കോയിൻസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗോൾഡ് കോയിൻ ഉണ്ടാവും. 1 ഗോൾഡ് കോയിൻ ഫോർ എവരി 4 നോൺ ഗോൾഡ് കോയിൻ എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഗോൾഡ് കോയിനും നോൺ ഗോൾഡ് കോയിനും തമ്മിലുള്ള റേഷ്യോ 1:4 ആണ്. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ച ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? 2 നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3 എന്ന് എവിടെ കണ്ടാലും അതിനെ 2x 3x എന്ന് എഴുതണം എന്നല്ലേ? അപ്പൊ ഇവിടെ ഗോൾഡ് കോയിനും നോൺ ഗോൾഡ് കോയിനും തമ്മിലുള്ള റേഷ്യോ 1:4 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഗോൾഡ് കോയിൻ x ആണെങ്കിൽ നോൺ ഗോൾഡ് കോയിൻ 4x ആയിരിക്കും. സോ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഗോൾഡ് കോയിൻ x ആണെങ്കിൽ നോൺ ഗോൾഡ് കോയിൻ 4x ആണെന്ന് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. ഇഫ് 20 മോർ ഗോൾഡ് കോയിൻസ് ആർ ആഡഡ് ടു ദ കളക്ഷൻ. നമ്മുടെ കയ്യിൽ ഗോൾഡ് കോയിൻസ് x ആ ഉള്ളത്. അപ്പൊ നമ്മളൊരു 20 മോർ ഗോൾഡ് കോയിനോട് അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ എക്സിന്റെ കൂടെ x ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു, ഇപ്പൊ 20 കൂടെ എക്സ്ട്രാ വന്ന് അത് x + 20 ആയി. നോൺ ഗോൾഡ് കോയിൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല, അപ്പൊ നോൺ ഗോൾഡ് കോയിനിൽ മാറ്റമൊന്നുമില്ല, അത് 4x തന്നെയാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ? നൗ ദ റേഷ്യോ ഈസ് 2:3. അപ്പൊ ഇപ്പോൾ ഉള്ള ഗോൾഡ് കോയിനെ നമുക്ക് x + 20യും നോൺ ഗോൾഡ് കോയിനെ 4x എന്ന് പറയാം. ഇതിന്റെ റേഷ്യോനെ നമ്മൾ എങ്ങനെ എഴുതുക? റേഷ്യോ എന്ന് പറഞ്ഞാൽ ബൈ ആണ്. അപ്പൊ x + 20 ഡിവൈഡഡ് ബൈ 4x. ഇപ്പോൾ ഉള്ള റേഷ്യോ 2/3 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കിത് 2/3 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ള റേഷ്യോ 2/3 ആണ്. ഇപ്പോൾ ഉള്ള ഗോൾഡ് കോയിൻസ് ടു നോൺ ഗോൾഡ് കോയിൻ റേഷ്യോ 2/3 ആണ്. അപ്പൊ ബേസിക്കലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക, x കണ്ടുപിടിക്കുക. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × x + 20 ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 4x. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ 3x + 3 × 20 60 ഈസ് ഈക്വൽ ടു 2 × 4 8x. ഈ 3xനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 8x ന്ന് 3x കുറഞ്ഞാൽ 5x. 5x ഈക്വൽ ടു 60 എന്ന് കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് x ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. x ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. x ഈക്വൽ ടു 12 എന്ന് കിട്ടിയ മീനിങ് എന്താ? നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് കോയിൻസ് ഇനിഷ്യലി ഉണ്ടായിരുന്ന 20 ആണ്. നോൺ ഗോൾഡ് കോയിൻസ് 4 × 20 നോൺ ഗോൾഡ് കോയിൻസ് 4 × 20 80 ആണ്. ഇനി ക്വസ്റ്റിനെ ചോദിച്ചേക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രമേ ആൻസർ എഴുതാവൂ. ക്വസ്റ്റിനെ ചോദിച്ചേക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ഇൻ ദ കണക്ഷൻ വിൽ നൗ ബിക്കം, അതായത് പുതുതായിട്ട് എത്രയുണ്ട് ടോട്ടൽ കോയിൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. പുതുതായിട്ടുള്ള കോയിൻസ് ഗോൾഡ് കോയിൻസ് എത്രയാ?
എക്സ് പ്ലസ് 20. അതായത് നമ്മൾ 20 കോയിൻസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത്, ഇപ്പോൾ ഉള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത്. പണ്ട് എക്സ് ഗോൾഡ് കോയിൻസ് ഉണ്ടായിരുന്നു, നമ്മളൊരു 20 കോയിൻസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗോൾഡ് കോയിൻസ് എക്സ് പ്ലസ് 20 ആയി. നമുക്ക് വേണ്ടത് ടോട്ടലാണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഗോൾഡ് കോയിനും നോൺ ഗോൾഡ് കോയിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ. നോൺ ഗോൾഡ് കോയിൻ എത്രയാ? 4x. അപ്പൊ എക്സ് പ്ലസ് 20 പ്ലസ് 4x എത്രയാണെന്നാണ് ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ രണ്ടുകൂടെ ഒന്ന് ആഡ് ചെയ്യുക. എക്സ് പ്ലസ് 4x 5x. 5x പ്ലസ് 20 എത്രയാണെന്നാണ് ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്നത്. എക്സിന്റെ വാല്യൂ 12 ആണെന്നറിയാം. അപ്പൊ 5 into 12 plus 20. 12 into 5 60. അപ്പൊ 60 plus 20. So this is equal to 80 എന്ന് കിട്ടും. So answer 80. So again നമ്മൾ ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്ന ആ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. 2 numbers are in the ratio 2:3 അല്ലെ 3:4 എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ആ ഒരു ഫോമിലേക്ക് എഴുതുക. പിന്നെ ഇക്വേറ്റ് ചെയ്യാനോട് ഒന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു ഫോമാറ്റിലേക്ക് ഒരു റേഷ്യോ, രണ്ടാമതൊരു റേഷ്യോ തരുമ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാനോട് പഠിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഇൻ എ കോളേജ് ഈസ് 5:6. ഇനിഷ്യലി ഉള്ള ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 5:6 ആണ്. അപ്പൊ ബോയ്സ് ഗേൾസ് റേഷ്യോ 5:6 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നാണ് നമ്മൾ പഠിച്ചത്? 5x and 6x. ഈ ഒരു പോയിന്റ് എല്ലാ ക്വസ്റ്റ്യനിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് എന്താ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് 40 ബോയ്സ് ലീവ്സ് ദ കോളേജ് ആൻഡ് 50 ഗേൾസ് ജോയിൻ ദ കോളേജ്. ബോയ്സ് 5x ഉണ്ട്, അതിൽ 40 ബോയ്സ് ലീവ് ചെയ്തു. 40 ബോയ്സ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 5x - 40 അല്ലേ ഉണ്ടാവുള്ളൂ. ഇനിഷ്യലി 5x ബോയ്സ് ഉണ്ട്, അതിൽ നിന്ന് 40 ബോയ്സ് ലീവ് ചെയ്തു. അപ്പൊ ഇപ്പൊ ഉള്ള ബോയ്സ് 5x - 40. ഗേൾസ് 6x ഉണ്ട്, 50 ഗേൾസ് ജോയിൻസ് കോളേജ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 6x ഗേൾസിന്റെ കൂടെ ഇപ്പൊ ഒരു 50 ഗേൾസ് കൂടെ വന്നു. നൗ ദ റേഷ്യോ ബിക്കം 8/11 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള റേഷ്യോനെ, ബോയ്സ് ടു ഗേൾസ് റേഷ്യോനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 5x - 40 ഡിവൈഡഡ് ബൈ 6x + 50 എന്നല്ലേ. ഇപ്പൊ ഉള്ള ബോയ്സ് ടു ഗേൾസ് റേഷ്യോ 5x - 40 divided by 6x + 50 ആണ്. ആ റേഷ്യോ ഈസ് ഗിവൺ ആസ് 8/11. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പഠിച്ചാൽ ബേസിക് ടൈപ്പ് ക്വസ്റ്റ്യൻ, പ്രിലിംസിനൊക്കെ വരാവുന്ന മജോറിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ തന്നെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 into 5 55x minus 11 into 40 440 is equal to, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ 8 into 6 48x plus 8 into 50 400. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് നോക്കുമ്പോൾ 55x ൽ നിന്ന് 48x സബ്ട്രാക്ട് ചെയ്ത 7x, 400ന്റെ കൂടെ 440 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 840. അപ്പൊ 7x equal to 840 എന്ന് കിട്ടും. അപ്പൊ x is equal to 120 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ കിട്ടി 120. ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗേൾസ് ഇനീഷ്യൽ അറ്റ് ദ കോളേജ്. ഇനീഷ്യലി എത്ര ഗേൾസ് ഉണ്ട്? ഗേൾസ് ഇനീഷ്യലി എത്രയായിരുന്നു? 6x ആണ്. എക്സിന്റെ വാല്യൂ 120 ആണ്. അപ്പൊ 6 into 120 that is 720 എന്ന് കിട്ടും. So the number of girls initially in the college will be 720. Option 3 ആയിരിക്കും ആൻസർ. ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഇൻകം, എക്സ്പെൻസ്, സേവിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ റിലേഷൻ അറിയാമായിരിക്കുമല്ലോ. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചാൽ നമുക്ക് സേവിങ്സ് കിട്ടും. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചാൽ സേവിങ്സ് കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ വായിക്കുക, സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇൻകം ഓഫ് PQR ആർ ഇൻ ദ റേഷ്യോ 10:12:9. അപ്പൊ ഇവിടെ 3 പേരുണ്ട്, PQR. ഇൻകം റേഷ്യോ ഈസ് ഗിവൺ ആസ് 10:12:9. ഇതിനെ എങ്ങനെ എഴുതണം എന്നാ പഠിച്ചേ? 10x, 12x and 9x. ഇൻകം നമ്മൾ 10x, 12x and 9x എന്ന് എഴുതി. അപ്പൊ പിയുടെ ഇൻകം 10x ആണ്, ക്യൂവിന്റെ ഇൻകം 12x ആണ്, ആറിന്റെ ഇൻകം 9x. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ആൻഡ് ദിയർ എക്സ്പെൻസ് ആർ ഇൻ ദ റേഷ്യോ. എക്സ്പെൻസ് ആർ ഇൻ ദ റേഷ്യോ 12:15:8. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വെച്ച് നമ്മൾ മോസ്റ്റ്ലി ഇതിനെ 12x, 15x, 8x എന്നായിരിക്കും എഴുതുക. അങ്ങനെ എഴുതാൻ പാടില്ല.
ഒരു റേഷ്യോയിൽ നമ്മൾ എക്സ് യൂസ് ചെയ്താൽ, ഇപ്പോൾ ഫസ്റ്റ് റേഷ്യോയിൽ 10:12:9, അതിന് നമ്മൾ 10x 12x 8x 9x എന്ന് എഴുതി. അപ്പൊ നെക്സ്റ്റ് റേഷ്യോയിൽ വീണ്ടും എക്സ് യൂസ് ചെയ്യരുത്, പകരം വേറൊരു വേരിയബിൾ യൂസ് ചെയ്യുക. അപ്പൊ എക്സ്പെൻസസ് ആർ ഇൻ ദ റേഷ്യോ 12:15:8 എന്ന് പറയുമ്പോൾ നമുക്ക് തൽക്കാലം അതിനെ 12y 15y and 8y എന്ന് എഴുതാം. 12y 15y and 8y എന്ന് എഴുതാം. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് Q saves 25% of his income. അപ്പൊ അടുത്ത സേവിങ്സിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ക്യൂവിന്റെ സേവിങ്സ് ഓഫ് Q ഈസ് 25% ഓഫ് ഹിസ് ഇൻകം എന്നാണ് പറഞ്ഞേക്കുന്നത്. 25% എന്ന് പറഞ്ഞാൽ 25/100 ഓഫ് ഹിസ് ഇൻകം. അയാളുടെ ഇൻകം എത്ര? 12x. അപ്പൊ 25/100 എന്ന് വെച്ചാൽ 1/4 ആണ്. അപ്പൊ 12x/4 3x ആണ്. അപ്പൊ നമുക്ക് സേവിങ്സ് ഓഫ് Q എസ് എന്ന് ഡിനോട്ട് ചെയ്യാണ്, സേവിങ്സ് ഓഫ് Q 3x എന്ന് കിട്ടി. ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താ? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചാൽ സേവിങ്സ് കിട്ടുന്നല്ലേ. അപ്പൊ ഇൻകം ഓഫ് Q 12x ആണ്, സേവിങ്സ് എക്സ്പെൻഡിച്ചർ 15y ആണ്. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചപ്പോൾ നമുക്ക് സേവിങ്സ് കിട്ടി, സേവിങ്സ് 3x ആണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ 12x നിന്ന് 3x കുറച്ചാൽ 9x എന്ന് കിട്ടും. ഈ 15y റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ആവും, സോ പ്ലസ് 15y. അപ്പോൾ x/y റേഷ്യോ കിട്ടി 15/9. x/y റേഷ്യോ 15/9 എന്ന് കിട്ടി. 15/9 എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 കട്ട് ചെയ്ത് കളഞ്ഞാൽ, 3 കട്ട് ചെയ്ത് കളഞ്ഞാൽ 5/3 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? x/y 5/3 എന്ന് പറഞ്ഞാൽ മീനിങ്, റേഷ്യോയുടെ മീനിങ് ഇത്രയേ ഉള്ളൂ. x 5 ആണെങ്കിൽ, സപ്പോസ് x ഈസ് 5, y എത്രയായിരിക്കും? y 3 ആയിരിക്കും. നമുക്ക് എങ്ങനെ എടുക്കാം? x 5 ആണെങ്കിൽ y 3 ആണ്. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. x 10 ആണെങ്കിൽ y 6 ആവും. അപ്പൊ x 5 ആണെങ്കിൽ y 3. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? Then what is the ratio of the savings of P, Q and R അല്ലേ? ഓൾറെഡി ശ്രദ്ധിക്കുക, ക്യൂവിന്റെ സേവിങ്സ് 3x ആണെന്ന് കിട്ടി, എക്സിന്റെ വാല്യൂ 5 എന്ന് കിട്ടി. അപ്പൊ 3x എന്ന് പറഞ്ഞാൽ എത്ര വരും? 15. അപ്പൊ ഓപ്ഷൻസ് 1 ഓപ്ഷൻ 4ലും മാത്രമല്ലേ സേവിങ്സ് ഓഫ് Q 15 വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 1 ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ. ഇനി ഫുള്ള് ചെയ്യണ്ട, ഓപ്ഷൻ എ ഇവിടെ രണ്ടിടത്തും ഡിഫറൻറ്റാ. അതായത് പിയുടെ സേവിങ്സ് ഓപ്ഷൻ 1ലും ഓപ്ഷൻ 4ലും ഡിഫറൻറ്റാ. അപ്പൊ പിയുടെ സേവിങ്സ് കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ നമുക്ക് കിട്ടും. പിയുടെ സേവിങ്സ് എത്രയാ? 10x - 12y. പിയുടെ സേവിങ്സ് 10x - 12y ആണ്. എക്സിന് 5 എന്ന് കൊടുത്താൽ 10 × 5 50 മൈനസ് 12 × y, yക്ക് 3 എന്ന് കൊടുത്താൽ 12 × 3 36, 50 - 36 14 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് പിയുടെ സേവിങ്സ് 14 എന്ന് കിട്ടി, ക്യൂവിന്റെ സേവിങ്സ് 15 എന്ന് കിട്ടി. സോ ദർ ഇസ് ഓൺലി വൺ ഓപ്ഷൻ സാറ്റിസ്ഫൈങ് ദാറ്റ്. വേറൊരു ഓപ്ഷനും ഇല്ലല്ലോ. പി ക്യു ആർ ഇതോ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസ് എല്ലാം വേറെയാണ്. അപ്പൊ ആറിന്റെ സേവിങ്സ് ഇനി കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയണമെന്നില്ല. സോ ആൻസർ വിൽ ബി 14:15:21. ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, next question. A money bag contains 1 rupee, 5 rupee and 10 rupee coins in the ratio 3:5:7. The total amount in the bag is 980 rupees. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിൽ 1 rupee ഉണ്ട്, 5 rupee ഉണ്ട്, 10 rupee കോയിൻസ് ഉണ്ട്. നമ്പർ ഓഫ് കോയിൻസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ 1 rupee, 5 rupee, 10 rupee കോയിൻസ് ആണ്. നമ്പർ ഓഫ് കോയിൻസിന്റെ റേഷ്യോ തന്നു. നമ്പർ ഓഫ് കോയിൻസ് ആർ ഇൻ ദ റേഷ്യോ 3:5:7. എന്ന് വെച്ചാൽ മീനിങ് എന്താ? 1 rupee കോയിൻ 3x നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 5 rupee കോയിൻസ് 5x ഉണ്ടാവും, 10 rupee കോയിൻസ് 7x ഉണ്ടാവും. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. നമ്പർ 3x, 5x, 7x ആണ്. നമ്പർ ഓഫ് കോയിൻസ് 3x, 5x and 7x. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ടോട്ടൽ എമൗണ്ട് ഇൻ ദ ബാഗ് ആണ് 980. ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്താൽ മതി. വെറുതെ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ 5 rupee കോയിൻ ഒരെണ്ണം ഉണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് 5 rupees ആയിരിക്കും. 5 rupee കോയിൻസ് 2 നമ്പേഴ്സ് ഉണ്ടല്ലോ, 5 × 2 10 rupees അല്ലേ. അപ്പൊ 5 rupee കോയിൻസ് 10 ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് 5 × 10 ആയിരിക്കും. അപ്പൊ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. 1 rupee കോയിൻ 3x എണ്ണം എൻ്റെ കയ്യിലുണ്ട്. 3x എണ്ണം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് 3x × 1 ആയിരിക്കും. പ്ലസ്
5 rupee കോയിൻസ് 5x നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്രയാ? 5 rupee കോയിൻസ് ആണ്. ആ എമൗണ്ട് ഇൻറ്റു എത്ര എണ്ണം ഉണ്ട്? 5x പ്ലസ് അടുത്ത 10 rupee കോയിൻസ് 7x നമ്പേഴ്സാ. അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? ഇത് രണ്ടുകൊണ്ട് വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 into 7x. And this is given as total amount is 980. 3x plus അപ്പൊ ഇത് 3x plus 5 into 5x എന്ന് പറയുമ്പോൾ 25x. 10 into 7 എന്ന് പറയുമ്പോൾ 70x equals 980. എല്ലാം കൂടെ ആഡ് ചെയ്താൽ 3x plus 25. 3 plus 25 28, 28 plus 70 98. അപ്പൊ 98x is equal to 980 എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്കൊരു 98 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x is equal to 10 എന്ന് കിട്ടും. ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദ നമ്പർ ഓഫ് കോയിൻസ് ഓഫ് റുപ്പീസ് 10. ഫൈൻഡ് ദ നമ്പർ ഓഫ് കോയിൻസ് ഓഫ് റുപ്പീസ് 10. റുപ്പീസ് 10ന്റെ നമ്പർ ഓഫ് കോയിൻസ് എത്രയാ? 7x ആ. x എത്രയാന്ന് കിട്ടി? 10. അപ്പൊ ആൻസർ എത്രയാ? 7 into 10 which is 70. സോ ക്വസ്റ്റിന്റെ ആൻസർ 70 എന്ന് കിട്ടും. ഓപ്ഷൻ 4. ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, രണ്ടുപേര് തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കാം. രണ്ടുപേര് തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിലും അറ്റ് ദ എൻഡ് നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ആൻസർ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു പോയിന്റ് അപ്ലൈ ചെയ്താൽ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓർത്തിരിക്കേണ്ട കാര്യം, രണ്ടുപേര് തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എപ്പോഴും സെയിം ആണെന്നൊന്ന് ഓർത്ത് വെക്കുക. സോ ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്നത് ഇവിടെ വായിച്ചു നോക്കുക. റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ് എ ആൻഡ് ബി 3 years ago was 5:7. So there are two persons A and B. അവരുടെ റേഷ്യോ ഓഫ് ദെയർ ഏജസ് 3 years ago. 3 years ago റേഷ്യോ ഓഫ് ദെയർ ഏജസ് ഈസ് 5:7. 5:7 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞേ? 5x and 7x. ഇനി ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് 13 years ഫ്രം നൗ. പ്രസന്റിൽ നിന്ന് 13 വർഷം കഴിയുമ്പോൾ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റേജ് കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് വേണം എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം, പിന്നീട് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി. പ്രസന്റേജ് 3 വർഷം മുമ്പ് 5x ആണ് ഒരാളുടെ ഏജ് എങ്കിൽ പ്രസന്റേജ് 5x plus 3 ആയിരിക്കും. അതുപോലെ തന്നെ ബിയുടെ 3 വർഷം മുമ്പുള്ള ഏജ് 7x ആണെങ്കിൽ പ്രസന്റേജ് 7x plus 3 ആയിരിക്കും. ഇത് പ്രസന്റ്. പക്ഷെ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത് പ്രസന്റ് അല്ല, 13 വർഷം പ്രസന്റിൽ നിന്ന് കഴിഞ്ഞിട്ട്. 13 years ഫ്രം നൗ. അപ്പൊ ഇനി 13 years ആഫ്റ്റർ. 13 years കഴിയുമ്പോൾ ഇവരുടെ ഏജ് എത്രയാവും? എയുടെ പ്രസന്റേജ് 5x plus 3 ആണ്. അപ്പൊ 13 വർഷം കഴിയുമ്പോൾ അത് 5x plus 3 plus 13, that is 5x plus 16. ബിയുടെയോ 7x plus 3 plus 13 which is 7x plus 16 കിട്ടും. ഓക്കെ, ഇത്രയും മനസ്സിലായെങ്കിൽ ബാക്കിയുള്ളതൊന്ന് വായിച്ചു നോക്കിയേ. ഇപ്പോൾ ഉള്ള റേഷ്യോ ഈസ് ഗിവൺ ആസ് 9/11. 13 years ഫ്രം നൗ അവരുടെ റേഷ്യോ 9/11 ആണ് തന്നിട്ടുണ്ട്. അഗൈൻ ഇപ്പോൾ ഉള്ള ഏജ് നമുക്കറിയാലോ, അതിന്റെ റേഷ്യോ ആണ് 9/11. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസിൽ ചെയ്താണ്. ഇപ്പോൾ ഉള്ള ഏജ് 5x plus 16 by 7x plus 16. 5x plus 16 divided by 7x plus 16 is given as 9/11. അപ്പൊ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 11 into 5 55x plus 11 into 16 അപ്പോൾ 176 equal to 9 into 7 63x plus 16 into 9 എന്ന് പറയുമ്പോൾ 144. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്താൽ 63x നിന്ന് 55x പോയാൽ 8x, 176 നിന്ന് 144 പോയാൽ 32. സോ x is equal to 4 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി. ദെൻ ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്നത് എന്താ? percentage of C is 11 years less than that of B. Find the percentage of C. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്ന പെർസെൻറ്റേജ്, ഇവിടെ മൂന്നാമതൊരു പേഴ്സൺ ഉണ്ട് സി. സിയുടെ പെർസെൻറ്റേജ് 11 years ലെസ് ദാൻ ബി എന്നാ പറഞ്ഞേക്കുന്നത്. സിയുടെ പെർസെൻറ്റേജ് എത്രയാ? 7x plus 3 ആ. ബിയുടെ പെർസെൻറ്റേജ് 7x plus 3 ആ. സിയുടെ പെർസെൻറ്റേജ് എത്രയാന്ന് പറഞ്ഞേക്കുന്നത്? 11 years ലെസ് ദാൻ ബി.
അപ്പൊ സിയുടെ പെർസെൻറ്റേജ് 7x + 3 അതിനേക്കാളും 11 കുറവാണ്. The percentage of C is 11 years less than B. അപ്പോൾ percentage of C നെ എനിക്ക് 7x - 8 എന്ന് എഴുതാം. എക്സിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 4 ആണെന്ന്. അപ്പോൾ 7 × 4 എക്സിന് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 7 × 4 28, 28 - 8 20 എന്നായിരിക്കും ആൻസർ കിട്ടുക. സോ the percentage of C in years will be 20. ഓപ്ഷൻ 3 ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് കൺസെപ്റ്റ് പഠിച്ചിട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്ന വേരിയേഷൻ ആണ്. അതായത് നമ്മൾ സ്കൂളിലൊക്കെ ഒരുപാട് പഠിച്ചേക്കുന്ന ഒരു ടോപ്പിക്കാണ് എ ഈസ് പ്രപ്പോർഷണൽ ടു ബി അല്ലെങ്കിൽ എ വേരിയസ് ഇൻവേഴ്സ്ലി വിത്ത് ബി. ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റുകൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്നതുമായിട്ട് ഇവിടെ ചെയ്യുന്ന ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ നോർമലി ഇതിനകത്തെല്ലാം ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ആയിരിക്കും, എ ഈസ് പ്രപ്പോർഷണൽ ടു ബി. ഇതിനെ വായിക്കുക പ്രപ്പോർഷണൽ എന്നാണ്. എ ഈസ് പ്രപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? മീനിങ് ഇത്രയേ ഉള്ളൂ, എ ഇൻക്രീസ് ചെയ്താൽ ബിയും ഇൻക്രീസ് ചെയ്യും, അതല്ലെങ്കിൽ എ ഡിക്രീസ് ചെയ്താൽ ബിയും ഡിക്രീസ് ചെയ്യും. പക്ഷെ ഇത് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആവണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാറുള്ള സ്റ്റെപ്സ്, ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുക, എന്നിട്ട് റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി. അപ്പൊ എ ഈസ് പ്രപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം എ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും ഈ കെയുടെ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അതിന് പകരം ഇവിടെ നമുക്ക് അത്രയും, ഇപ്പൊ ബാങ്കിന്റെ പ്രിലിംസ് എക്സാംസോ മെയിൻസ് എക്സാമോ ഒക്കെയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നമുക്ക് അത്രയും ടൈം ഉണ്ടാവില്ല എല്ലാം കൂടെ ചെയ്യാനായിട്ട്. അപ്പൊ ഇത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ a/b = k എന്ന് കിട്ടില്ലേ? ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അതായത് എ ഈസ് പ്രപ്പോർഷണൽ ടു ബി എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റിനെ കണ്ടാൽ അപ്പൊ തന്നെ ഓർമ്മയിൽ ഉണ്ടാവണം a/b വിൽ ബി എ കോൺസ്റ്റന്റ്. ഡൗട്ടുള്ളവർക്ക് വേണ്ടി ചുമ്മാ ഒരു എക്സാമ്പിളോട് ഞാൻ ജസ്റ്റ് പറയാം. ഇപ്പോ x² ഈസ് പ്രപ്പോർഷണൽ ടു y എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ ഓർത്ത് വെക്കേണ്ട കാര്യം ഫസ്റ്റ് വാല്യൂ ബൈ സെക്കൻഡ് വാല്യൂ. അതായത് എ ഈസ് പ്രപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ a/b വിൽ ബി എ കോൺസ്റ്റന്റ്. ഫസ്റ്റ് എ ആണ്, സെക്കൻഡ് ബി ആണ്, ഫസ്റ്റ് ബൈ സെക്കൻഡ് കോൺസ്റ്റന്റ് ആണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ x² ഈസ് പ്രപ്പോർഷണൽ ടു y എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് x², സെക്കൻഡ് y. അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം x² / y വിൽ ബി എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇങ്ങനെ പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ് a/b വിൽ ബി എ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് 2 കേസസ് ഉണ്ടാവും. ഒരു a1ഉം b1ഉം ഒരു a2ഉം b2. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അൺനോൺ ആയിരിക്കും, ബാക്കി 3 നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ അൺനോൺ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ k ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട, a/b കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിലുള്ള a/b a1/b1 = a2/b2 നമുക്ക് ഇക്വേഷൻ എഴുതാം. സിമിലർലി ഇവിടെ ഇപ്പൊ എങ്ങനെ ഇക്വേഷൻ എഴുതാമെന്നൊന്നും ആലോചിച്ച് നോക്കിയേ. x² / y കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ x1² / y1 = x2² / y2 എന്ന് വരും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഈ ടൈപ്പ് വരുന്ന ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ എഴുതാൻ പറ്റും. അപ്പൊ ഇതിന്റെ കൂടെ ഇൻവേഴ്സ് പ്രപ്പോർഷനും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള പോയിന്റ് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ പറയാണ് എ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ബി. ഇങ്ങനെയാണ് എഴുതുക. ഇങ്ങനെ എഴുതുന്നതിനെ വായിക്കുന്നതാണ് എ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ബി എന്ന് വെച്ചാൽ മീനിങ് ഇത്രയേ ഉള്ളൂ, എ ഇൻക്രീസ് ചെയ്താൽ ബി ഡിക്രീസ് ചെയ്യും. പക്ഷെ ഇത് വെച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്തെടുക്കണം. അപ്പൊ ഇവിടെ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാൻ റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എ ഈസ് ഈക്വൽ ടു k/b എന്ന് എഴുതാം. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ a × b വിൽ ബി എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് എവിടെ കേട്ടാലും ഓർത്ത് വെക്കണം, ഫസ്റ്റ് വാല്യൂ ഇൻറ്റു സെക്കൻഡ് വാല്യൂ ആണ് കോൺസ്റ്റന്റ്. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരുന്നപ്പോൾ ഫസ്റ്റ് ബൈ സെക്കൻഡ് ആണ് കോൺസ്റ്റന്റ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആകുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ആണ് കോൺസ്റ്റന്റ്. സോ a × b വിൽ ബി എ കോൺസ്റ്റന്റ്. അപ്പൊ ഇക്വേഷൻ എന്താ? a1b1 = a2b2. ഈ ഒരു ഇക്വേഷൻ പഠിക്കാൻ പറ്റിയ പിന്നെ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പൊ ഈ 2 പാർട്ട് ഒന്ന് ഓർത്ത് വെക്കുക. എ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ a/b ആണ് കോൺസ്റ്റന്റ്. അപ്പൊ a1/b1 = a2/b2 എന്ന് ഇക്വേഷൻ എഴുതാം. എ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ a × b ആണ് കോൺസ്റ്റന്റ്. അപ്പൊ a1/b1 = a2/b2 എന്ന് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം.
ഫസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് വേരിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കാം. എക്സ് വേരിയസ് ഇൻവേഴ്സ്ലി ആസ് വൈ. എക്സ് വേരിയസ് ഇൻവേഴ്സ്ലി ആസ് വൈ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച പോയിന്റ് ഓർമ്മയുള്ളവര് x1 y1 ഈക്വൽ ടു x2 y2 എന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റണം. അങ്ങനെ പറ്റാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ് വേരിയസ് ഇൻവേഴ്സ്ലി ആസ് വൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഈക്വൽ ടു വരാൻ വേണ്ടി റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. എക്സ് ഈസ് ഈക്വൽ ടു കെ ബൈ വൈ. അപ്പൊ കെയുടെ വാല്യൂ എക്സ് ഇൻറ്റു വൈ വിൽ ബി എ കോൺസ്റ്റന്റ്. സോ ഇവിടെ നമുക്ക് എക്സ് ഇൻറ്റു വൈ വിൽ ബി എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇക്വേഷൻ എന്താ? x1 y1 ഈക്വൽ ടു x2 y2. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. x is 2 when y equal to 6. ഫസ്റ്റ് കേസിൽ x 2 ആണ്, y 6 ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് y when x is 3. അപ്പൊ നമുക്ക് ഈ തന്നേക്കുന്ന 4 വേരിയബിൾസിൽ 3 എണ്ണം തന്നിട്ടുണ്ട്, ഒരെണ്ണമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ വെറുതെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഫസ്റ്റ് കേസിൽ x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഫസ്റ്റ് കേസിൽ y 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫൈൻഡ് ദ വാല്യൂ ഓഫ് y when x equal to 3. x 3 ആയപ്പോൾ y എത്ര എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ y ആ വേണ്ടിയത് y2. ഈ 3 സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. 6/3 എന്ന് പറയുന്നത് 2 ആണ്. സോ y is equal to 2 into 2 4 എന്ന ആൻസർ കിട്ടും. സോ ഇത്ര ചെയ്യാനുള്ള കെയുടെ വാല്യൂ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് y is equal to 4 ഓപ്ഷൻ 3 ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ട് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത ഇക്വേഷൻ ഫോം ചെയ്യുന്നവരെ നന്നായിട്ടൊന്ന് പഠിക്കാം. ഇനി ഇതിന്റെ ഒരു അല്പ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യനോട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കാം. കോസ്റ്റ് ഓഫ് എ ഡയമണ്ട് വേരിയസ് ഡയറക്ട്ലി ആസ് ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് വെയ്റ്റ്സ്. കോസ്റ്റ് ഓഫ് എ ഡയമണ്ട് വേരിയസ് ഡയറക്ട്ലി ആസ് ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് വെയ്റ്റ്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് എഴുതേണ്ടി വരും. മീനിങ് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. കോസ്റ്റ് ഓഫ് എ ഡയമണ്ട് വേരിയസ് ഡയറക്ട്ലി ആസ് ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് വെയ്റ്റ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? കോസ്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെയ്റ്റ് സ്ക്വയർ. ഇതാണ് നമ്മൾ പഠിച്ചത്. കോസ്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെയ്റ്റ് സ്ക്വയർ. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ ടു വന്നാൽ ഈക്വൽ ടു അതിലേക്ക് വരുത്താൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എന്നല്ലേ പറഞ്ഞേ. അപ്പൊ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? വെയ്റ്റ് സ്ക്വയറിനെ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡയമണ്ടിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം, വെയ്റ്റിന്റെ സ്ക്വയറിനെ നിങ്ങൾ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. കോൺസ്റ്റന്റ് ഏതാ നമുക്ക് അറിയില്ല. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. തൽക്കാലം ഇതൊന്ന് ഓർത്ത് വെക്കുക. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വെയ്റ്റ് സ്ക്വയറിനെ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഡയമണ്ട് ബ്രോക്ക് ഇറ്റ് ഇൻറ്റു 4 പീസസ് വിത്ത് വെയ്റ്റ്സ് ഇൻ ദ റേഷ്യോ 4:3:2:1. അപ്പൊ എൻ്റെ കയ്യിലുള്ള ഡയമണ്ട് 4 പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ വെയിറ്റ്, ഫസ്റ്റ് പീസിന്റെ വെയിറ്റ് 4 ആണെങ്കിൽ സെക്കൻഡ് പീസിന്റെ വെയിറ്റ് 3 ആണ്, തേർഡ് പീസിന്റെ വെയിറ്റ് 2 ആണ്, ഫോർത്ത് പീസിന്റെ വെയിറ്റ് 1 ആണ്. കാര്യം മനസ്സിലാക്കാൻ വേണ്ടി വെറുതെ 4ഉം 3ഉം 2ഉം 1ഉം ആണെന്ന് നമുക്കൊന്ന് അസ്യൂം ചെയ്ത് നോക്കാം. ഡയമണ്ടിന്റെ ഓരോ പീസിന്റെയും വെയിറ്റ് 4, 3, 2, 1 വെറുതെ അങ്ങ് അസ്യൂം ചെയ്യാം. എന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് എന്താ? ഇത് 4 ഗ്രാം, ഇത് 3 ഗ്രാം, ഇത് 2 ഗ്രാം, ഇത് 1 ഗ്രാമോ ആണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ഡയമണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ അതിന്റെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? എല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ. 4 + 3 7, 7 + 2 9, 9 + 1 10. അതായത് പണ്ട് 10 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഡയമണ്ട് ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിപ്പോ ബ്രേക്ക് ചെയ്ത് 4 പീസസ് ആയി. ഫസ്റ്റ് പീസിന്റെ വെയിറ്റ് 4, സെക്കൻഡ് പീസിന്റെ വെയിറ്റ് 3, തേർഡിന്റെ വെയിറ്റ് 2, ഫോർത്തിന്റെ വെയിറ്റ് 1. ഇനി ഇത് സെല് ചെയ്ത് കഴിഞ്ഞപ്പോ മർച്ചന്റിന് 63,000 ലെസ് ദാൻ ദാറ്റ് ഓഫ് 1 പീസ്. 63,000 കുറവാണ് കിട്ടിയേക്കുന്നത്. പണ്ട് കിട്ടേണ്ടതിലും 63,000 കുറവാണ് കിട്ടിയേക്കുന്നത്. ഒറിജിനൽ പ്രൈസ് ഓഫ് ദ ഡയമണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഇനി നമ്മൾ തിരിച്ച് നമ്മൾ ഈ ഫോം ചെയ്ത് വെച്ച ഇക്വേഷനിലേക്ക് വന്നേ. കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നാ പഠിച്ചേ? വെയ്റ്റ് സ്ക്വയറിനെ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാ പഠിച്ചേ. അപ്പൊ വെയ്റ്റ് സ്ക്വയർ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ 10 ഗ്രാം വെയിറ്റ് ഉള്ള പീസ് ഞാൻ ഇനിഷ്യലി ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് സെല് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് എത്ര വാല്യൂ കിട്ടിയാനെ? വാല്യൂ എന്ന് പറയുന്നത് വെയ്റ്റ് സ്ക്വയർ ഇൻറ്റു കോൺസ്റ്റന്റ്. വെയിറ്റ് 10 ആ, 10ന്റെ സ്ക്വയർ എത്രയാ? 100. 100 ഇൻറ്റു കോൺസ്റ്റന്റ്. എനിക്ക് പണ്ട് 100K റുപ്പീസ് കിട്ടിയാനെ. പക്ഷെ ഇപ്പോ ഇത് 4 സെപ്പറേറ്റ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് സെല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇത് സെല് ചെയ്താൽ ഇതിന്റെ വാല്യൂ എത്രയാ? അഗെയിൻ വെയ്റ്റ് സ്ക്വയറിനെ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 4 സ്ക്വയർ 16 ആ. അപ്പൊ ഇത് സെല് ചെയ്യുമ്പോൾ എനിക്ക് 16K കിട്ടുള്ളൂ. ഈ 3 ഗ്രാം വെയിറ്റ് ഉള്ള പീസ് സെല് ചെയ്താൽ 3 സ്ക്വയർ എത്രയാ?
9 ആ. അപ്പൊ എനിക്ക് 9K ആ കിട്ടുക. ഈ 2 ഗ്രാം പീസുള്ള ഈ 2 ഗ്രാം വെയിറ്റ് ഉള്ള പീസ് ഞാൻ സെല് ചെയ്താൽ 2 സ്ക്വയർ 4 ആ, 4K കിട്ടുള്ളൂ. ഈ 1 ഗ്രാം വെയിറ്റ് ഉള്ള ഡയമണ്ടിന്റെ ആ ഒരു പീസ് ഞാൻ സെല് ചെയ്യുമ്പോൾ 1 സ്ക്വയർ 1K കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പണ്ട് ഞാൻ സെല് ചെയ്യുമ്പോൾ 100K കിട്ടുമായിരുന്നു, 100K റുപ്പീസ് കിട്ടും. പക്ഷെ ഇപ്പൊ ഇതെല്ലാം കൂടെ സെല് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ടോട്ടൽ 1K പ്ലസ് 4K പ്ലസ് 16K പ്ലസ് 9K അല്ലേ? 16 പ്ലസ് 9 25, 25 പ്ലസ് 4 29, 29 പ്ലസ് 1 30. എനിക്കിപ്പോ കിട്ടുന്ന ടോട്ടൽ 30K. അതായത് പണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് സെല് ചെയ്താൽ 100K കിട്ടുമായിരുന്നു, പക്ഷെ ഇപ്പൊ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെല് ചെയ്യുമ്പോൾ 30K കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എനിക്കുണ്ടാവുന്ന ലോസ് എത്രയാ? പണ്ട് 100K കിട്ടേണ്ടടുത്ത് ഇപ്പൊ 30K കിട്ടിയെന്ന് പറഞ്ഞാൽ ലോസ് ഈസ് 70K. ലോസ് 70K ആയി. പണ്ട് 100K കിട്ടേണ്ടടുത്ത് ഇപ്പൊ 30K ആ കിട്ടിയത്, അപ്പൊ ലോസ് 70K. അവൻ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, when the pieces were sold the merchant got 63,000 less than that of one piece. അതായത് പണ്ട് സെല് ചെയ്യുമ്പോൾ കിട്ടുന്നതിൽ 63,000 കുറവാണ് കിട്ടിയത്. മർച്ചന്റിനെ സംബന്ധിച്ച് ലോസ് 63,000 ആയി, അത് ബ്രേക്ക് ചെയ്തതുകൊണ്ട്. അപ്പൊ ലോസ് 70K ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. and that 70K is given as 63,000. അപ്പൊ കെയുടെ വാല്യൂ എത്രയാ? നമുക്കൊരു 0 കട്ട് ചെയ്ത് കളയാം. 63/7 എന്ന് പറയുന്നത് 9 ആണ്. സോ 900 എന്ന് കിട്ടും. കെയുടെ വാല്യൂ 900. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് ദ ഡയമണ്ട് ആണ്. ഒറിജിനൽ പ്രൈസ് ഓഫ് ദ ഡയമണ്ട് എത്രയാണ് നമ്മൾ എഴുതിയേക്കുന്നത്? 100K എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. കെയുടെ വാല്യൂ 900 ആണ്. അപ്പൊ 900 into 100. ഒറിജിനൽ വാല്യൂ ഓഫ് ദ ഡയമണ്ട് വിൽ ബി 900 into 100. അപ്പൊ ഇത് 9 ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാം. ബാക്കിയെല്ലാം സീറോസ് ആണല്ലോ. 90,000 എന്ന് ആൻസർ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ റേഷ്യോസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് അഡ്വാൻസ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ചെയ്തത്. പഠിപ്പിച്ചതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ബേസിക്സ് ഒക്കെ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് തനിയെ ട്രൈ ചെയ്യുക. കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ചെയ്തു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ പഠിപ്പിച്ചതിലോ പറഞ്ഞതിലോ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും റെഗുലർ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം ചാനലിൽ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഉണ്ടാവും. അതുപോലെ യൂട്യൂബ് ചാനലും എല്ലാ ചാനൽസുകളും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ ക്ലാസ് റൂം ക്ലാസ്സസ് ഒക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്തുള്ള ടൈമിന്റെ സെന്ററിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു എവരിവൺ.